ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനിയേച്ചർ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു കമ്പിയാണ് ഉള്ളത്. അത് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാസ്കിൻ ടാപ്പാണ്. മാസ്കിൻ ടാപ്പ് ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. മാക്സിമം ചുളിവൊന്നും വരാതെ നീറ്റാക്കി ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഈ കലാത്തിയ പ്ലാന്റിന് ഈ ഒരു ഷേപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് സ്റ്റെം പോർഷനിൽ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് തന്നെ നീറ്റാക്കി ഇങ്ങനെ റോൾ ചെയ്ത് ചുറ്റി ചുറ്റി കൊടുക്കുക. എന്നിട്ട് താഴെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനത്തെ ഒരു 10 ലീഫ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റേജാണ് കളറിങ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീഫിന് ബാക്ക് സൈഡിൽ വൈൻ കളറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിൽ കുറച്ച് വയലറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി. പക്ഷേ ശരിയാകുന്നില്ല കേട്ടോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കുറച്ച് ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് ആ ഒരു വൈൻ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ ലീഫിൻ്റെയും ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്തു. പിന്നെ ആ സ്റ്റെമ്മിൻ്റെയും താഴെ ഭാഗത്തും നമ്മളത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ ഫ്രണ്ട് പോർഷന് വരുമ്പം ഗ്രീൻ കളറാണ് നമ്മുടെ ഈ ലീഫിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻസ് ഒക്കെ ഞാൻ ആദ്യം കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ലൈൻസ് വിട്ടിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തത് കേട്ടോ. പിന്നെ ഈ വൈറ്റിൻ്റെ ഇടയിലെല്ലാം ഞാൻ വീണ്ടും കുറച്ച് ഗ്രീൻ കളർ കൊടുത്തു. അതായത് നമ്മുടെ വൈറ്റ് ലൈൻ വെരി തിന്നായിട്ടുള്ള വൈറ്റ് ലൈൻസ് ആണ് കേട്ടോ. എനിക്ക് ഈ ലീഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു കളറിങ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അത്രത്തോളം പറ്റിയില്ലെങ്കിലും മാക്സിമം നമുക്കതിൻ്റെ ഏകദേശമൊക്കെ അടുത്ത് എത്തിക്കണ്ടേ. അപ്പോൾ ഈ ലൈൻസിലൂടെ വീണ്ടും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തു വൈറ്റ് കളർ വെച്ചിട്ട്. അങ്ങനെ എല്ലാ ലീഫിലും അതുപോലെ കൊടുത്തു. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി കേട്ടോ. എല്ലാ ലീഫിലും അങ്ങനെ കളർ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി വേണ്ടത് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെക്കുമ്പോൾ ഞാൻ കുറച്ചൊന്ന് കേളിയാക്കാൻ നോക്കി. കാരണം ഈ ലീഫ് കുറച്ച് കേളിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ മാസ്കിൻ ടാപ്പ് ആയതുകൊണ്ട് വല്ലാണ്ട് കേളിയൊന്നും ആവുന്നില്ല. എന്നാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെയൊക്കെ വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് ചുറ്റി എടുത്തു. ഇനി ഈ ഒരു മാസ്കിൻ ടാപ്പും കൂടെ നമ്മൾ ആ ഗ്രീനും വൈൻ കളറും വെച്ചിട്ട് ഒന്ന് കളർ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ലീഫിൻ്റെ പോർഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പോട്ടാണ്. പോട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുത്തത്. അത് നമുക്ക് വേണ്ട ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റുക. പിന്നെ വൈറ്റ് കളർ പോട്ടായതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ഡബിൾ കോട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ എടുത്തത്. കുറേ മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് തെർമോക്കോളോ അല്ലെങ്കിൽ സാധാ മണ്ണ് വെച്ചിട്ടായാലും നിറച്ച് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ മേളിൽ കുറച്ച് മണ്ണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി. ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. അപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആ പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഒറിജിനൽ പിക്ചർ കണ്ടിട്ട് ഈ കലാത്തിയാണോ ഇതൊന്നും ചോദിച്ച് മുക്കത്തൊന്നും വിരൽ വെക്കല്ലേ. ഞാൻ ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക.